വന്ദേമാതരം നിർബന്ധമാക്കിയ കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിന് വഴങ്ങി സംസ്ഥാന സർക്കാരും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ്. കേന്ദ്ര സർക്കാർ നിർദ്ദേശം പൂർണ്ണമായും പാലിക്കുമെന്ന് കത്തിൽ ചീഫ് സെക്രട്ടറി പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സമാനമായ സംഭവം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഭരണം തുടങ്ങി മാസങ്ങൾ കഴിയുന്നു. അതിനുശേഷം ഇപ്പോഴും ഒരു ചീഫ് സെക്രട്ടറി ഇറക്കുന്ന ഉത്തരവിലും ഇതേ സംഭവം വരികയാണ്. ഇനി എന്ത് മറുപടി പറയും ഈ സർക്കാർ? രുചീഷ്, സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിപാടികളിലൊക്കെ വന്ദേമാതരം ചൊല്ലുന്നത് സാധാരണ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതൊരു ഉത്തരവായിട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി അത്തരമൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു എന്നുള്ളതാണ് പ്രധാനം. രുചീഷ് പറഞ്ഞതുപോലെ തന്നെ ആദ്യം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ, യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവൻ ചൊല്ലിയത് വിവാദമായിരുന്നു. അന്ന് അങ്ങനെ മുഴുവൻ ചൊല്ലുമെന്നുള്ള കാര്യം അറിയില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി അതിനെ വിശദീകരിച്ചത്. പിന്നീട് നിയമസഭയിൽ വന്ദേമാതരം മുഴുവൻ ചൊല്ലാതെ ആദ്യത്തെ 2 വരി ചൊല്ലിക്കൊണ്ട് അതിനൊരു മറുപടി എന്ന നിലയ്ക്ക് സർക്കാർ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഉത്തരവിൽ കേന്ദ്ര സർക്കാർ എന്താണോ നിഷ്കർഷിക്കുന്നത് അത് പൂർണ്ണമായും നടപ്പാക്കും എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറി എടുത്തിട്ടുള്ള നിലപാട്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള നിർദ്ദേശത്തിലാണ് ഇത്തരമൊരു സമീപനത്തിലേക്ക് യു ഡി എഫ് സർക്കാർ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് സർക്കാർ നിലപാട് മാറുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം എന്താണോ അത് പൂർണ്ണമായും പാലിക്കപ്പെടും എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറി ഈ കത്തിൽ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം വന്ദേമാതരം മുഴുവനായി ആലപിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ വിശദീകരിച്ചിരുന്നത് അത് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയല്ല നിലപാട് എന്ന് വിശദീകരിച്ചിരുന്ന യു ഡി എഫ് സർക്കാർ ഇപ്പോൾ ഇത്തരമൊരു കേന്ദ്രത്തിന്റെ ഉത്തരവ് പാലിക്കാവുന്ന തരത്തിലേക്ക് എങ്ങനെ നിലപാട് മാറ്റി എന്ന് രുചീഷ് പറഞ്ഞതുപോലെ തന്നെ യു ഡി എഫ് മുഖ്യമന്ത്രി ഉൾപ്പെടെ വിശദീകരിക്കേണ്ടി വരും. ശരി അർജുൻ.